നിങ്ങളൊരു 5 ലിറ്ററിൻ്റെ എയർ ഫ്രയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കൂടുതൽ ആളുകളും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എയർ ഫ്രയർ ആണെങ്കിൽ ബെറ്റർ കുക്കിംഗ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ബെറ്റർ വാല്യൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 5 ലിറ്ററിൻ്റെ കുറേ എയർ ഫ്രയേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഹൈപ്പോ ബയസോ ഒന്നുമില്ല കേട്ടോ, പ്യുവർ പ്രാക്ടിക്കൽ ലോജിക്. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു 5 എയർ ഫ്രയേഴ്സുമാണ് കേട്ടോ. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കെൻറ്റിൻ്റെ അൾട്രാ ഡിജിറ്റൽ 5 ലിറ്റർ എന്ന് പറയുന്ന ഈ ഒരു എയർ ഫ്രയർ ആണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അഗാരോയുടെ ഗാലക്സി ഡിജിറ്റൽ എന്ന് പറയുന്ന 4.5 ലിറ്ററിൻ്റെ ഈ ഒരു എയർ ഫ്രയർ ആണ്. മൂന്നാമത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിൽട്ടൻ്റെ റാപ്പിഡ് ഡിജിറ്റൽ എന്ന് പറയുന്നതാണ്. ഇതും 5 ലിറ്റർ ആണ് കേട്ടോ. നാലാമതായിട്ട് കുക്ക്വെല്ലിൻ്റെ 5 ലിറ്ററിൻ്റെ എയർ ഫ്രയർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പ്രസ്റ്റീജിൻ്റെ ന്യൂട്രിഫൈ 4.5 ലിറ്റർ ആണ് കേട്ടോ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഈ ഒരു കെൻറ്റിൻ്റെ അൾട്രാ ഡിജിറ്റൽ എന്ന് പറയുന്ന 5 ലിറ്റർ മോഡൽ എയർ ഫ്രയർ ആണ് കേട്ടോ. ഈ ഒരു എയർ ഫ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാടധികം കാര്യങ്ങൾ മിസ്സിംഗ് ഒന്നുമല്ല, ഓവർ ഡൺ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു എയർ ഫ്രയർ ആണ്. സ്യൂട്ടബിളി ഒരു 3 to 5 ആളുകൾക്ക് ഐഡിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് 1 ബാച്ച് കുക്കിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കിച്ചൺ കൗണ്ടറിൽ വെച്ചാലും ഭയങ്കര ബൾക്കായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. 1500 വാട്ട്സിൻ്റെ പവർ കൊടുത്തിട്ടുണ്ട്. ഈവൻ ആയിട്ട് തന്നെ മൊത്തത്തിൽ ഹീറ്റപ്പ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഹോട്ട് സ്പോട്ടോ അല്ലെങ്കിൽ കോൾഡ് സ്പോട്ടോ ഒന്നും ഞാൻ കണ്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിൽ ക്ലീനർ ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടച്ച് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 8 പ്രീസെറ്റ് മെനു ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതലും, അങ്ങനെ കൺഫ്യൂസ് ചെയ്യാവുന്നതല്ല ഈവൻ ബിഗിനർ ആണെങ്കിൽ കൂടി. പിന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ റീച്ച് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആയിക്കോളും. പിന്നെ ഇതിനകത്ത് ഒരു ഗ്ലാസ് വിൻഡോ ഫംഗ്ഷൻ ഉണ്ട്. ഈ കാണുന്ന സംഭവം കണ്ടില്ലേ, ഇതിനകത്തൂടെ നമുക്ക് അകത്ത് എന്താണ് കുക്ക് ചെയ്യുന്നത്, അത് പ്രോപ്പർലി കുക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇത് തുറന്ന് നോക്കാതെ തന്നെ അറിയാനും പറ്റും. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇന്ത്യൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്നാക്സ്, ടീക്കാസ്, ഫ്രൈസ്, റീഹീറ്റിങ്, അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ബേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് അധികം ഓവർ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ ചെയ്യാനും ഇതിനകത്ത് പറ്റും. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പേപ്പറിൽ അധികം ഇംപ്രസ് ചെയ്യാതെ റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇംപ്രസ് ചെയ്യുന്നൊരു എയർ ഫ്രയർ തന്നെയാണ് കേട്ടോ ഈ ഒരു കെൻറ്റിൻ്റെ എയർ ഫ്രയർ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അഗാരോയുടെ ഈ ഒരു ഗാലക്സി ഡിജിറ്റൽ എയർ ഫ്രയർ ആണ് കേട്ടോ. ഈ ഒരു എയർ ഫ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 ലിറ്റർ കപ്പാസിറ്റിയിലാണ് കേട്ടോ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സ്ലൈറ്റ്ലി എന്താ പറയുക, ബാക്കി നമ്മുടെ കമ്പാരിസണിലുള്ള ഏകദേശം എല്ലാം 5 ലിറ്റേഴ്സാണ്. സോ 4.5 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുന്ന ശകലം കുറവ് തന്നെയാണ് കേട്ടോ. എറൗണ്ട് ഇത് എക്സാക്ട് പവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 മുതൽ 1500 വാട്ട്സ് ആണ്. ഇത് SKUനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ സോ എറൗണ്ട് 1400 മുതൽ 1500 വാട്ട്സ് പവറും ഇതിനകത്ത് 4.5 ലിറ്റർ കപ്പാസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ടുള്ള ടച്ച് കൺട്രോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഒരുപാടധികം പ്രീസെറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും ടൈമർ സെറ്റിങ്സും ഒക്കെ ഇതിനകത്തും വരുന്നുണ്ട്. പക്ഷേ ഒരു സ്മാളർ കപ്പാസിറ്റി ആണെന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ബിഗർ സ്നാക്സ് ഒക്കെ നമ്മൾ അറ്റ് എ ടൈമിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു പ്രോബ്ലമായിട്ട് വരാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് ഇത് കൊടുക്കുന്നതെന്നുള്ളതും മറ്റൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒക്കേഷണൽ യൂസിനൊക്കെ നമുക്ക് ഈ ഒരു സ്മോളർ കപ്പാസിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു ലാർജർ ആയിട്ടുള്ള മീൽസോ അല്ലെങ്കിൽ ഫാമിലി മീൽസോ ഒക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഈ ഒരു 4.5 ലിറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ കപ്പാസിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് 5 ലിറ്റർ തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എയർ ഫ്രയർ എന്ന് പറയുന്നത് മിൽട്ടൻ്റെ റാപ്പിഡ് ഡിജിറ്റലാണ് കേട്ടോ. ഇതൊരു 5 ലിറ്റർ ബാസ്ക്കറ്റ് വരുന്ന വലിയ കപ്പാസിറ്റി ഉള്ളൊരു എയർ ഫ്രയർ തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റാപ്പിഡ് പെർഫോമൻസ് ആണ് കേട്ടോ. അത് തന്നെയാണ് ആ പേരിൽ കൊടുത്തിട്ടുള്ളത്. സോ സ്പീഡ്, പെർഫോമൻസ്, ഫോക്കസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു എയർ ഫ്രയർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മിൽട്ടൺ റാപ്പിഡിൻ്റെ പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1450 വാട്ട്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഹീറ്റിങ്ങും അതുപോലെ തന്നെ ഫാസ്റ്റർ കുക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ട്രേഡ് ഓഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺട്രോൾസ് എന്ന് പറയുന്നത് കുറച്ച് ബേസിക് ആണ്, പ്രിസിഷനും ശകലം കുറവാണ് കേട്ടോ. പിന്നെ ഡിഫറൻറ്റ് റെസിപ്പീസ് ട്രൈ ചെയ്യാനും നമുക്ക് അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഈ ഒരു എയർ ഫ്രയറിൽ കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയർ ഫ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസേജിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്രത്തോളം ഈ ഒരു എയർ ഫ്രയർ പറയില്ല കേട്ടോ. കാര്യം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുക്ക്വെല്ലിൻ്റെ ഈ ഒരു എയർ ഫ്രയർ ആണ് കേട്ടോ. ഇതും 5 ലിറ്റർ ഓപ്ഷനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 5 ലിറ്റർ കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കോംപ്രമൈസുകളുണ്ട് കേട്ടോ. വളരെ മിനിമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളൂ. ബേസിക് കൺട്രോൾസ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ബ്രാൻഡും അതുപോലെ തന്നെ ഇവരുടെ സർവീസ് റിലയബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ക്ലിയർ അല്ല കേട്ടോ.
ഞാൻ സെർച്ച് ചെയ്ത സമയത്തും വളരെ കുറച്ച് സർവീസ് റിലയബിലിറ്റി ഇവർക്കുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഷണൽ യൂസിന് ഇത് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ലൈറ്റ് കുക്കിംഗ് ചെയ്യാനും ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് അത്രത്തോളം ഐഡിയലായിട്ട് തോന്നാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി യൂസേജിനും അതുപോലെ തന്നെ ഒരു ലോങ് ടേം യൂസേജിനുമൊക്കെ അത്രത്തോളം ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു ലിസ്റ്റിലുള്ള മറ്റുള്ള എയർ ഫ്രയർ വെച്ച് നോക്കുമ്പോൾ ഇത് ബഡ്ജറ്റ് ഓറിയൻ്റ് ആവാനുള്ള കാരണവും അതാണെന്നാണ് തോന്നുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസ്റ്റീജിൻ്റെ ന്യൂട്രിഫൈ 4.5 ലിറ്റർ ആണ് കേട്ടോ. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു 4.5 ലിറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക്. മറ്റുള്ള എയർ ഫ്രയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രസ്റ്റീജിൻ്റെ ന്യൂട്രിഫൈ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുട്ടി സൈസാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 1 ബാച്ച് കുക്കിംഗ് ചെയ്യുക എന്ന് പറയുന്നതും അത്ര രസത്തിലായിരിക്കില്ല. പെർഫോമൻസ് എന്ന് പറയുന്നത് ഡീസൻ്റ് ആണ്. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 4.5 ലിറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ ലിമിറ്റേഷൻ ആണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു 500 ml കിട്ടുന്ന സമയത്ത് ഒരു 2 ചിക്കൻ ക്വാർട്ടർ പീസ് വയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു 4.5 ലിറ്ററിൽ അത്രത്തോളം ഞെരുങ്ങിയായിരിക്കും അതിരിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് ഈ ഒരു 500 ml ആണെങ്കിൽ പോലും അത് കൂടുതലുള്ളത് ബെറ്റർ ആണെന്ന് പറയാൻ കാര്യം. സോ ഗൈസ്, ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗർ നമ്പേഴ്സ് ബെറ്റർ എക്സ്പീരിയൻസ് തരണമെന്നില്ല. ഒരുപാട് പ്രീസെറ്റ്സ് ഉള്ളത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവണമെന്നില്ല. ഒരുപാട് പവർ ഉള്ളത് നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് തരണമെന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താണ് മാറ്റർ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുക്കിംഗ്, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടിക്കാലിറ്റിയും കൂടെയാണ് കേട്ടോ. സോ ഓവറോൾ ഈ കാണുന്ന സെലക്ഷനുകളിൽ ഒരു അൾട്ടിമേറ്റ് പിക്ക് എന്നോട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പോകുന്നത് കെൻ്റ് ആയിരിക്കും കേട്ടോ. എന്താണ് കെൻ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തെല്ലാം ഒരു ഫ്രഞ്ച് ഫ്രൈസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയതും ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഡെയിലി ലൈഫിൽ എന്ന് പറയാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തോന്നിയൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കെൻറ്റിൻ്റെ ആയിരുന്നു. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലിറ്റർ എന്ന് പറയുന്ന ട്രൂ സ്വീറ്റ് സ്പോട്ടാണ് ഇന്ത്യൻ ഫാമിലീസിന്. ബാലൻസ്ഡ് പവർ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാര്യം ഒരുപാട് നമ്പർ ഉണ്ടാവുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പവർ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ സിമ്പിൾ കൺട്രോൾസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പാടുമില്ല. എല്ലാത്തിൻ്റെയും പടം സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രീസെറ്റ്സ് ഒന്നുമില്ല. ഈവൻ എത്ര ബിഗിനറിനാണെങ്കിലും ഇതിനകത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ പിക്ക് എന്ന് പറയുന്നത് കെൻറ്റിൻ്റെ ഡിജിറ്റൽ അൾട്ര എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. കാര്യം ഇതിനകത്ത് ഫ്ലാഷി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ്. നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിന് എവരിഡേ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സാധനം. അടുത്തൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങളോടാണ് കേട്ടോ. നിങ്ങൾ മോർ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു എയർ ഫ്രയർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, അതോ ഒരുപാടധികം ഫ്ലാഷി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളൊരു എയർ ഫ്രയർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? എന്താണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ നല്ല കമൻസിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ എയർ ഫ്രയർ ഞാൻ സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കാണാം.